അപ്പസ്തലന്മാരുടെ പ്രവർത്തികൾ അധ്യായം 13. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നിഗർ എന്ന് വിളിക്കപ്പെട്ട ശിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവിനോടൊപ്പം വളർത്തപ്പെട്ട മനായേൻ, ശൗൽ എന്ന പ്രവാചകരും ഉപദേഷ്ടാക്കളും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോട്, ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന പ്രവർത്തനത്തിനായി വേർതിരിക്കുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈകൾ വച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മ നിയോഗത്താൽ അയക്കപ്പെട്ട അവർ രണ്ടുപേരും സെലൂക്കിയയിൽ ചെന്നു. അവിടെ നിന്നും സൈപ്രസിലേക്ക് കപ്പൽ കയറി സലമീസിലെത്തിയിട്ട് യഹൂദ പള്ളികളിൽ ദൈവവചനം പ്രസംഗിച്ചു. യോഹന്നാൻ അവർക്ക് സഹായിയായി ഉണ്ടായിരുന്നു. അവർ ദ്വീപിൽ എല്ലായിടത്തും സഞ്ചരിച്ച് പാഫോസിലെത്തി. അവിടെ ബർ യേശു എന്നു പേരുള്ള കള്ളപ്രവാചകനായ ഒരു യഹൂദ മന്ത്രവാദിയെ കണ്ടുമുട്ടി. അയാൾ സെർഗ്യോസ് പൗലോസ് എന്ന ബുദ്ധിമാനായ ദേശാധിപതിയുടെ കൂടെയായിരുന്നു. ദേശാധിപതി ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചു വരുത്തി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ എലീമാസ് എന്ന മന്ത്രവാദി, അതാണ് അയാളുടെ പേരിന്റെ അർത്ഥം, അവരെ എതിർക്കുകയും ദേശാധിപതിയെ വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എലീമാസിനെ ഉറ്റുനോക്കി ഇങ്ങനെ പറഞ്ഞു: ഹേ പിശാചിന്റെ മകനെ, എല്ലാ നന്മയുടെയും ശത്രുവേ, സകലവിധ വഞ്ചനയും കൗശലവും നിന്നിൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ നേർപാതകൾ മറിച്ചു കളയുന്നത് നീ നിർത്തുകയില്ലേ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിനക്ക് വിരോധമായിരിക്കുന്നു. കുറെ കാലത്തേക്ക് നീ അന്ധനായി സൂര്യന്റെ വെളിച്ചം കാണാൻ കഴിയാത്തവനായിരിക്കും. ഉടൻ തന്നെ ഇരുട്ടും ഒരു മൂടലും അയാളെ ആവരണം ചെയ്തു. ആരെങ്കിലും തന്നെ കൈപിടിച്ചു നടത്താനായി തിരഞ്ഞുകൊണ്ട് അയാൾ തപ്പിത്തടഞ്ഞു നടന്നു. ദേശാധിപതി ഈ സംഭവിച്ചത് കണ്ട് വിസ്മയം പൂണ്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിശ്വസിച്ചു. പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്നും കപ്പൽ കയറി പംഫുല്യയിലെ പെർഗയിലെത്തി. യോഹന്നാൻ അവരെ വിട്ട് അവിടെ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങി. പെർഗയിൽ നിന്ന് അവർ പിസിദ്ധ്യയിലെ അന്ത്യോക്യയിൽ വന്നു ചേർന്നു. ശബ്ബത്ത് ദിവസം അവർ യഹൂദ പള്ളിയിൽ ചെന്ന് അവിടെയിരുന്നു. ന്യായപ്രമാണത്തിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നുമുള്ള വായനയ്ക്ക് ശേഷം പള്ളി അധികാരികൾ അവരോട്, സഹോദരരെ, ജനത്തിന് നൽകുവാൻ വല്ല പ്രബോധന വചനവും നിങ്ങൾക്കുണ്ടെങ്കിൽ സംസാരിച്ചാലും എന്നറിയിച്ചു. പൗലോസ് എഴുന്നേറ്റ് നിന്ന് ആംഗ്യം കാട്ടിക്കൊണ്ട് ഇപ്രകാരം സംസാരിച്ചു: ഇസ്രായേൽ ജനമേ, ദൈവത്തെ ആരാധിക്കുന്ന വിജാതീയരെ, എന്റെ വാക്ക് ശ്രദ്ധിക്കുവിൻ. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. അവർ ഈജിപ്തിൽ പാർക്കുന്ന കാലത്ത് അവർക്ക് അഭിവൃദ്ധി വരുത്തി. തന്റെ മഹാശക്തിയാൽ അവരെ ആ ദേശത്തു നിന്ന് വിടുവിച്ചു. മരുഭൂമിയിൽ 40 വർഷം അവരുടെ പെരുമാറ്റം ക്ഷമയോടെ സഹിച്ചു. അവിടുന്ന് കനാനിലുണ്ടായിരുന്ന 7 ജാതികളെ പുറത്താക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി കൊടുത്തു. അങ്ങനെ ഏകദേശം 450 വർഷം കഴിഞ്ഞു. അതിന്റെ ശേഷം ദൈവം അവർക്ക് ശമൂവേൽ പ്രവാചകന്റെ കാലം വരെ ന്യായാധിപന്മാരെ കൊടുത്തു. പിന്നെ ജനങ്ങൾ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടു. അപ്പോൾ അവിടുന്ന് അവർക്ക് ബന്യാമീൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ കൊടുക്കുകയും അയാൾ 40 വർഷം ഭരണം നടത്തുകയും ചെയ്തു. ശൗലിനെ നീക്കം ചെയ്തിട്ട് അവിടുന്ന് ദാവീദിനെ അവരുടെ രാജാവാക്കി. ദാവീദിനെ കുറിച്ച് അവിടുന്ന്, ഞാൻ യിശ്ശായിയുടെ പുത്രനായ ദാവീദിനെ എന്റെ ഹൃദയത്തിന് ചേർന്ന ഒരു മനുഷ്യനായി കണ്ടിരിക്കുന്നു. അവൻ എന്റെ ഹിതമെല്ലാം നിറവേറ്റും എന്നരുളി ചെയ്തു. അദ്ദേഹത്തിന്റെ സന്തതികളിൽ നിന്ന് ദൈവം തന്റെ വാഗ്ദാന പ്രകാരം യേശു എന്ന രക്ഷകനെ ഇസ്രായേലിന് നൽകി. യേശു വരുന്നതിന് മുമ്പേ യോഹന്നാൻ എല്ലാ ഇസ്രായേൽ ജനങ്ങളോടും മാനസാന്തരത്തിന്റെ സ്നാനം പ്രസംഗിച്ചു. തന്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ, നിങ്ങൾ എന്നെ ആരെന്ന് കരുതുന്നു? ഞാനല്ല, ഒരുവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്. അവിടുത്തെ ചെരുപ്പഴിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. സഹോദരരെ, അബ്രഹാമിന്റെ മക്കളെ, ദൈവത്തെ ഭയപ്പെടുന്ന യഹൂദേതര ജനങ്ങളെ, രക്ഷയുടെ ഈ സന്ദേശം ദൈവം അയച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. യെരൂശലേമിലെ ജനങ്ങളും അവരുടെ ഭരണകർത്താക്കളും യേശുവിനെയോ
ശബ്ബത്ത് തോറും വായിച്ചു പോരുന്ന പ്രവാചക വാക്യങ്ങളെയോ തിരിച്ചറിയാതെ അദ്ദേഹത്തെ കൊല്ലുവാൻ വിധിച്ചതിലൂടെ ആ വചനങ്ങളെ നിറവേറ്റി. മരണശിക്ഷയ്ക്ക് മതിയായ അടിസ്ഥാനം കാണാഞ്ഞിട്ടുകൂടി അദ്ദേഹത്തെ വധിക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ പറ്റി എഴുതപ്പെട്ടിരുന്നതെല്ലാം നിറവേറ്റിയ ശേഷം അവർ അദ്ദേഹത്തെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വച്ചു. എന്നാൽ ദൈവമോ അദ്ദേഹത്തെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് തന്നെ അനുഗമിച്ചവർക്ക് അദ്ദേഹം പല ദിവസം പ്രത്യക്ഷനായി. അവരിപ്പോൾ നമ്മുടെ ജനത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ സാക്ഷികളാണ്. ഈ സുവാർത്ത ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ദൈവം നമ്മുടെ പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം അവിടുന്ന് യേശുവിനെ ഉയർപ്പിച്ചതിലൂടെ അവരുടെ മക്കളായ നമുക്ക് വേണ്ടി നിറവേറ്റിയിരിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്റെ പിതാവായിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. യേശു ഇനി ഒരിക്കലും ജീർണതയ്ക്ക് അധീനനാകാത്ത വിധം ദൈവം അദ്ദേഹത്തെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന വസ്തുത ദാവീദിന് വാഗ്ദാനം ചെയ്ത വിശുദ്ധവും ഉറപ്പുള്ളതുമായ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന വചനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നു, നിന്റെ പരിശുദ്ധനെ ജീർണത കാണാൻ അങ്ങ് അനുവദിക്കുകയില്ല. ദാവീദ് തന്റെ തലമുറയിൽ ദൈവോദ്ദേശം നിറവേറ്റിയ ശേഷം നിദ്ര പ്രാപിച്ചു. പിതാക്കന്മാരോടൊപ്പം അടക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരീരം ജീർണിച്ചു പോകുകയും ചെയ്തു. എന്നാൽ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ജീർണത കണ്ടില്ല. അതിനാൽ സഹോദരരെ, നിങ്ങളോട് ഉദ്ഘോഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് പാപക്ഷമ യേശുവിലൂടെയെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരണം പ്രാപിക്കുവാൻ സാധിക്കാഞ്ഞ എല്ലാറ്റിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും യേശുവിലൂടെ നീതീകരിക്കപ്പെടുന്നു. പ്രവാചകന്മാർ പ്രസ്താവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലയോ പരിഹാസികളെ, നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോവുവിൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യുന്നു. ആരെങ്കിലും നിങ്ങളോട് അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. പൗലോസും ബർന്നബാസും പള്ളി വിട്ടു പോകുമ്പോൾ അടുത്ത ശബ്ബത്തിലും ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതലായി സംസാരിക്കണമെന്ന് ജനങ്ങൾ അവരോട് അപേക്ഷിച്ചു. യോഗം പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും യഹൂദമതം സ്വീകരിച്ചവരിലും അനേകർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിക്കുകയും ദൈവകൃപയിൽ നിലനിൽക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. പിന്നത്തെ ശബ്ബത്ത് ദിവസം പട്ടണവാസികൾ ഏതാണ്ട് എല്ലാവരും തന്നെ കർത്താവിന്റെ വചനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദർ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അസൂയ നിറഞ്ഞവരായി പൗലോസ് പറഞ്ഞതിനെ എതിർക്കുകയും അദ്ദേഹത്തെ ദുഷിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യപൂർവം ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അത് നിരസിച്ച് നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് തെളിയിച്ചിരിക്കയാൽ ഞങ്ങളിപ്പോൾ വിജാതീയ ജനങ്ങളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അതിരുകൾ വരെ രക്ഷ എത്തിക്കേണ്ടതിന് ഞാൻ നിന്നെ വിജാതീയർക്ക് വെളിച്ചമാക്കിയിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. വിജാതീയർ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ പ്രകീർത്തിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കർത്താവിന്റെ വചനം ആ പ്രദേശത്തെല്ലാം വ്യാപിച്ചു. എന്നാൽ യഹൂദർ ദൈവാരാധനക്കാരായ മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി. അവർ പൗലോസിനും ബർന്നബാസിനും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ ആ പ്രദേശത്ത് നിന്ന് പുറത്താക്കി. അവരോ തങ്ങളുടെ കാലിലെ പൊടി അവർക്കെതിരെ തട്ടിക്കളഞ്ഞ ശേഷം ഇക്കോന്യയിലേക്ക് പോയി. ശിഷ്യന്മാരാകട്ടെ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു.